ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫ്ലേവറിൽ തന്നെ മന്തി വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ നന്നായി ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. രണ്ടായി കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സ് ഇടാം. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിനധികം മസാല ഒന്നും ആവശ്യമില്ല. മന്തി ആയതുകൊണ്ട് തന്നെ അധികം മസാല ആവശ്യമില്ല. അതുകൊണ്ട് കുറേശ്ശേ ഇടുന്നുള്ളൂ ഞാനെല്ലാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വേണ്ട വിനീഗറാണ്. 1 ടീസ്പൂൺ വിനീഗർ. പിന്നെ ഈ ചിക്കൻ കഴുകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം വിനീഗറും ഉപ്പും ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കുക. ഞാൻ മത്ഫൂൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ ഒന്ന് ഇട്ട് വയ്ക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കന്. അപ്പോൾ ഇതുപോലെ ആ മസാലകളെല്ലാം എല്ലാ ഭാഗത്തുനിന്നും തേച്ച് നന്നായി പിടിപ്പിക്കാം. ഒരു ½ ആൻ അവറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ചോളൂ. എന്ന് വെച്ചാൽ അധികം മസാലകളും നമ്മളിതിൽ തേച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ടല്ലേ നമ്മളൊരു കോട്ടിങ്ങല്ലേ മസാലയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ½ ആൻ അവർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കഴുകിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അരിയും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഇത് നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിന് ഞാനൊരു 4 ഏലക്ക, 4 കരയാമ്പൂ, 2 പട്ട, അതാണ് ആദ്യം ഞാൻ ഇട്ട് പൊട്ടിക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് മുന്തിരിയാണ്, ഉണക്കമുന്തിരിയാണ്. അത് നമുക്ക് ഇതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ആദ്യം നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം അതിന് ശേഷം ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇട്ടിട്ടൊന്ന് വഴറ്റാം. അല്ലാതെ ബ്രൗൺ കളറായി വരുമൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരി, ഉണക്കമുന്തിരി എടുത്ത് വെച്ചത് ഒരു പിടി മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചോറിൻ്റെ ഇടയിൽ മുന്തിരി കടിക്കുമ്പോൾ ടേസ്റ്റാണ്. കാഷ്നട്ടൊന്നും വേണ്ട, മുന്തിരി മാത്രം മതി. പിന്നെ വേണ്ടത് ഒരു 6 പച്ചമുളക്, അത് പൊളിക്കാണ്ട് മുഴുവൻ തോടിയിട്ട് ഇടുന്നത്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കമാണ്, അതിൻ്റെ പകുതി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അധികം ഈ വെള്ളത്തിൽ കിടന്ന് വേവേണി ചെയ്യുക, അല്ലാണ്ട് ഇതിലിട്ടിട്ട് കളർ മാറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം, ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം. പിന്നെ ബാക്കി നമ്മളിതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളവും നെയ്യൊക്കെ വന്നിട്ട് അപ്പോൾ ആ ഒരു റൈസ് അതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ചിട്ട് നന്നായി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ചോറൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് ചോറ് അടിവശം ഒന്ന് കരിഞ്ഞു പോവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അരി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം സ്പൈസസ് ആണെങ്കിലും തന്നെ മസാലകളാണെങ്കിലും തന്നെ ഒന്നും അധികം ചേർക്കുന്നില്ല. പക്ഷേ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റൈസ് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ചേർത്തിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. അരി ചേർത്തതിന് ശേഷം തീ നല്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം.
എന്നുവെച്ചാൽ നമ്മളിത് ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ട്, പിന്നെ നമ്മളതിൻ്റെ ഇടയിലൊന്നും ഇളക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി കരിയാതിരിക്കാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ നെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന രീതിയിൽ വെള്ളത്തിലേക്ക് മുട്ടരുത്, വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഈ പാത്രം കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഈ നെറ്റ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോയിലാണ് വിരിക്കുന്നത് മുകളിലായിട്ട്. ഫോയിൽ വെച്ചിട്ട് നമുക്ക് പാത്രത്തിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഒട്ടും എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് നന്നായി ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വലിയ പേപ്പർ തന്നെ, ഫോയിൽ പേപ്പർ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ നടുവിലായിട്ട് ചെറുതായി ഒന്ന് താഴ്ത്തി കൊടുക്കുക. ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 സ്ഥലത്തായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വലിയ കട്ടാവണ്ട, അപ്പോൾ നമ്മുടെ ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫോയിൽ പൊട്ടിയിട്ട് ചിക്കൻ വീഴും. അപ്പോൾ ചെറിയതായിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയും വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഷീറ്റ് ഫോയിൽ പേപ്പർ എടുക്കുക, കുറച്ച് വലിയ പേപ്പർ എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഒട്ടും ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ നന്നായി ഒന്ന് ക്ലോസ് ചെയ്ത് അരികൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി ക്ലോസ് ചെയ്ത് കൊടുക്കാം, ടൈറ്റ് ചെയ്ത് അടക്കാം. എന്നിട്ട് അതിനെ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി, ഒട്ടും ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റോളാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ചിക്കനും റൈസൊക്കെ വെന്തോന്ന് നോക്കാം. അത് ഓരോരുത്തരുടെ ചൂടിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ചിക്കൻ എന്തായി നോക്കാം. എന്നുവെച്ചാൽ അധികം നേരം വയ്ക്കാൻ പറ്റില്ലല്ലോ, ഇത് ഇളക്കി കൊടുക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് റൈസ് അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി റൈസ് എന്തായി നമുക്ക് നോക്കാം. അപ്പോൾ ഫോയിൽ ഇത് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക, എന്താ വെച്ചാൽ നമുക്കിത് ആവശ്യം വരും ഇനിയും. അപ്പോൾ അതുകൊണ്ട് ഫോയിൽ പേപ്പർ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ പാനിൽ കുറച്ച് ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് വേവാത്തതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും മീറ്റ്. അതല്ല നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ അതിൽ നിന്ന് പോയിട്ട് നമ്മുടെ ചിക്കന് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് മീറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഹോളിൽ കൂടി തന്നെ ഈ ഇതിൻ്റെ വെള്ളവും നെയ്യൊക്കെ ഈ റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. ഞാൻ ഇളക്കുന്നൊന്നുമില്ല, എന്നാൽ ചടിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഞാൻ പിന്നെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പാലിൽ കുറച്ച് സാഫ്രോണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റൈസ് ഒരു യെല്ലോ കളർ, ഇടയിലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് മുകളിലായിട്ട് നമുക്ക് ഒരു ഉള്ളി ഞാൻ നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതിൽ ചോറ് നമുക്ക് വേവ് കുറവുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ച് ആയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട്, 1/4 ഗ്ലാസ്സിനേക്കാളും കുറവ് മതിയാവും കേട്ടോ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചോറ് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമുക്കിതുപോലെ സവാളയൊക്കെ വഴറ്റിയത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ മുകളിലായിട്ട് വെക്കാം. ചോറിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് 2 സൈഡിലായിട്ട് വെക്കാം. അപ്പോൾ നടുവിലായിട്ട് നമുക്കിതിൻ്റെ ചാർക്കോൾ കത്തിച്ചൊരു സ്മോക്കി ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് നമ്മൾ ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. എന്നിട്ടൊരു ചെറിയൊരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഓയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ എന്നിട്ട് നന്നായി കവർ ചെയ്ത്, അപ്പോൾ ഫോയിൽ വെച്ചിട്ട് തന്നെ കവർ ചെയ്യാം. അപ്പോൾ നേരത്തെ എടുത്ത് മാറ്റി ഫോയിൽ തന്നെ വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ സ്മോക്കൊന്നും പുറത്തേക്കൊന്നും പോവാണ്ട് നല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നല്ലൊരു ശരിക്കും കുഴിമന്തിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് ഈ റൈസും ചിക്കനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ
സ്മോക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇത് വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചോറടിയൊന്നും പിടിക്കാണ്ട് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും നല്ലൊരു ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. ആ ഒരു ചാർക്കോളൊക്കെ വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത്. എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. നമ്മളത് കാണിക്കുമ്പോഴൊരു വിശദീകരിച്ച് പറയുമ്പോഴൊരു ബുദ്ധിമുട്ടേ തോന്നുന്നുള്ളൂ. പക്ഷെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മസാലകളോ ഒന്നുമില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.